ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ഇന്ന് വായിച്ച ഭാഗം ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിലെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറി. ആ മുറിയുടെ വരാന്തയിൽ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. യുവാക്കളായ ഭക്തന്മാർ, ഏകദേശം 18-19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെ 1-2 പേർ, അതായത് അധരൻ, പിന്നെ നിരഞ്ജനൻ എന്ന് തുടങ്ങിയ ചെറുപ്പക്കാർ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അവരോട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഭക്തന്മാർ 2 തരത്തിലുണ്ട്. ത്യാഗിയായ ഭക്തനും സംസാരിയായ ഭക്തനും. ത്യാഗിയായ ഭക്തൻ തേനീച്ചയ്ക്ക് തുല്യമാണ്. തേനീച്ച നല്ല തേനുള്ള പൂക്കളിൽ മാത്രമേ ചെന്നിരിക്കുകയുള്ളൂ. അതേസമയം സംസാരിയായ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഈ ലൗകികമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനെന്ത് മാർഗവും സ്വീകരിക്കും. അങ്ങനെയുള്ള എന്നാൽ ഭക്തന്മാരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർ, അവരെയാണ് സംസാരിയായ ഭക്തന്മാർ എന്ന് പറയുക. അവർ സാധാരണ ഈച്ചകളെ പോലെയാണ്. ഈച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലും ചെന്നിരിക്കും, അതേസമയം വൃത്തികെട്ട അഴുക്ക് ചാലുകളിലും ചെന്നിരിക്കും. അതിനെവിടെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എവിടെയും ചെന്നിരിക്കും. ഇതാണ് സംസാരിയായ ഭക്തൻ്റെയും സ്വഭാവം. ഇങ്ങനെയാണ് 2 തരത്തിലുള്ള ഭക്തന്മാരെ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ തേനീച്ചയെ പോലെ ആയിരിക്കണം ഭക്തൻ. കാര്യം ഭക്തന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ, അത് ഈശ്വരനിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് മാത്രം. അതിൽ മാത്രമേ രുചി അനുഭവപ്പെടാവൂ. മറ്റൊരു ലൗകിക കാര്യങ്ങളിലും രുചി തോന്നരുത്. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറയാൻ പറ്റൂ. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ യുവാക്കളോട് ഇത്തരത്തിലുള്ള നിരവധി ഉപദേശങ്ങൾ ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്. അവരോടെല്ലാം ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം ഈശ്വര ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. വെറുതെ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് മാത്രം ഭക്തി അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയാൻ പറ്റില്ല. ഭക്തന് ചില ഗുണഗണങ്ങളുമുണ്ട്.